ഗ്രൗണ്ട് ഇല്ലേ? ഗ്രൗണ്ട് തൊട്ടപ്പുറത്താ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് നമുക്ക് വില്ലൻ വേഷങ്ങളിൽ നമ്മളെല്ലാം അതിശയിപ്പിച്ചൊരു നടനുണ്ട് കോഴിക്കോട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇവിടെ മോഹൻലാൽ സാറിൻ്റെ കൂടെയൊക്കെ നമ്മൾ അരം പ്ലസ് അരം കിന്നരം അതിലൊക്കെ നമ്മളെ വർക്ക്ഷോപ്പിൽ മോഹൻലാൽ സാറിൻ്റെ അടുത്ത കൂട്ടുകാരനായിട്ട് അഭിനയിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ പൗത്രൻ സാറ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അരം പ്ലസ് അല്ലാതെ കുറേ മുകുന്ദയുടെ സുമിത്ര വിളിക്കുന്നു, അങ്ങനെ ഒട്ടേറെ സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോകുമ്പോഴുള്ള കാഴ്ചകളും പിന്നെ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണുകയും ചെയ്യാം, അല്ലെങ്കിൽ വീടും പരിസരമൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ആ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ അവിടത്തേക്ക് ഞാൻ ബസ്സിലാണ് പോകുന്നത്. ബസ് കുറേ സമയം വെയിറ്റ് ചെയ്യുന്നു, ബസ് കാണുന്നില്ല. അപ്പോൾ ബസ് വന്ന് ഞാൻ അതിൽ കയറി ഞാൻ പോകുന്ന യാത്രയിലാണുള്ളത്. അപ്പോൾ നമുക്ക് ബസ്സിൽ പോകുമ്പോൾ നമുക്ക് അധിക കാഴ്ചകളും നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ വണ്ടി പോകുന്നത് പോലെ നമുക്ക് എല്ലാ കാഴ്ചയും കാണിക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ പോകുമ്പോഴേ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ബസ് ഇറങ്ങി, ബസ്സിൻ്റെ വഴിക്ക് പോയി. ഞാൻ എൻ്റെ വഴിക്ക് അങ്ങനെ പോവുകയാണ്. ചോദിച്ച് നമുക്ക് അങ്ങ് പോവാം. ഗ്രൗണ്ട് തൊട്ടപ്പുറത്താ. മലപ്പുറം മഞ്ഞല്ല, മലപ്പുറം ഗ്രൗണ്ട് എടുക്കാം. ഹൗസിംഗ് കോളനി അല്ലേ? ഓക്കെ. എന്നാൽ ശരി കേട്ടോ, പോവാം. ആള് വരുന്നുണ്ടാ? ഇവിടത്തേക്ക് വരുന്നുണ്ടാ? ആളിങ്ങോട്ട് കാണലുണ്ടല്ലോ. ഇപ്പം പാടമൊന്നും ഇല്ല ഒന്നല്ലേ? ഇല്ല അല്ല. ശരിയാ, ഞങ്ങള് ഹോട്ടലിൽ പോവാം. നമുക്ക് പൗത്രൻ സാറിന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ അരം പ്ലസ് അരം കിന്നരത്തിൽ നമ്മൾ ജഗത് ചേട്ടൻ എടാ ജോസഫെ എന്ന് വിളിക്കുന്ന ആ ഡയലോഗില്ലേ, അതിലൂടെയാണ് കൂടുതൽ അദ്ദേഹത്തെ നമുക്ക് ഓർമ്മ വരുന്നത്. അത് കഴിഞ്ഞ് വെള്ളാനകളുടെ നാട് വില്ലൻ വേഷത്തിലാണ് അദ്ദേഹം എത്തിയത്. പിന്നെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നത്, അങ്ങനെ കുറേ ഒട്ടേറെ സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. അങ്ങോട്ടേ കാണാം. ഉണ്ടാവൂല. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് വീട്. ആളിവിടെ ഇല്ല. ആള് ട്രിവാൻഡ്രത്തെ ഉള്ളെന്ന് പറഞ്ഞത്. ആളിതല്ല, ട്രിവാൻഡ്രത്താണ് ഉള്ളെന്ന് പറഞ്ഞത്. നമുക്കപ്പം വീടെന്ന് കാണാം. ഇതാണ് വീട്, ഇതാണ് താമസിച്ച വീട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോക്കായി കാത്തിരിക്കും വരെ. ഓക്കെ, ബൈ.